CPM സംസ്ഥാന സമ്മേളനത്തിന്റെ വാർത്തയിലേക്ക് പോകാം. വല്ലാത്ത രീതിയിലൊരു ആത്മവിമർശനം അവിടെ ഉയരുന്നുണ്ട്. ഇതൊക്കെ കാര്യമായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഈ ആത്മവിമർശനം ഉയരുമ്പോൾ തന്നെ അത് വലിയ ഒരു ആഞ്ഞടിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുണ്ട് പാർട്ടി എന്ന് പറയുന്നത് ഈ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വരെ വോട്ട് ചോർച്ച BJPയിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആശങ്ക CPMമാർക്കിടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് ചില കാര്യങ്ങൾ വരുന്നത് ഈ പ്രവർത്തകരെല്ലാം അഹങ്കാരവും അഹംഭാവവും വെടിയണം എന്ന തരത്തിലൊക്കെയാണ്. അതെങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ബംഗാൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ്. BJPയുടെ വളർച്ചയിൽ ജാഗ്രത വേണമെന്നും CPMന്റെ സംഘടനാ റിപ്പോർട്ട് പറയുന്നു. പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ചോർന്നിട്ടുണ്ട്. തുടർഭരണം സംഘടനാ ദൗർബല്യം ഉണ്ടാക്കി. പ്രവർത്തകർ അഹങ്കാരവും അഹംഭാവവും വെടിഞ്ഞ് ജനങ്ങൾക്കായി പ്രവർത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ചില കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട് CPM അതിൻ്റെ റിപ്പോർട്ടിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രവർത്തകർ മാത്രം ഈ അഹങ്കാരവും അഹംഭാവവും ഒക്കെ വെടിഞ്ഞാൽ മതിയോ എന്ന ചോദ്യം കൂടി തിരിച്ച് പ്രവർത്തകർ അങ്ങോട്ട് ഉയർത്താനുള്ള സാധ്യത കൂടി ഉണ്ട് ഇത് ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോഴേക്കും. വിവരങ്ങൾ എന്താണ് പ്രശാന്ത്? വീണ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആത്മവിമർശനം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കുന്നുണ്ട്. അതായത് തുടർഭരണം ബംഗാളിൽ എങ്ങനെയാണോ ഭരണം നഷ്ടപ്പെട്ടത്, CPMന് പോലും ഇടം കിട്ടാതെ, പാർട്ടിക്ക് പോലും ഇടം കിട്ടാതെ പോയ സാഹചര്യം എങ്ങനെയാണോ തുടർഭരണം ബംഗാളിൽ സൃഷ്ടിച്ചത്, സമാനമായ സാഹചര്യം സംസ്ഥാനത്തും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘടനാ റിപ്പോർട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഭരണ തുടർച്ച ബംഗാളിൽ ഉണ്ടാക്കി തീർത്ത വീഴ്ച കേരളത്തിൽ ആവർത്തിക്കരുതെന്ന് സംഘടനാ റിപ്പോർട്ട് പറയുന്നു. പാർട്ടിയാണ് അധികാര കേന്ദ്രമെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാകരുത് എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിനീതദാസന്മാരാകണം പാർട്ടി പ്രവർത്തകരെന്നും റിപ്പോർട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ തുടർഭരണം സംഘടനാ ദൗർബല്യം ഉണ്ടാക്കിയെന്ന ഒരു കണ്ടെത്തലുമുണ്ട്. അതായത് തുടർഭരണം വന്നതിന് ശേഷം പിണറായി സർക്കാരിൻ്റെ രണ്ടാം ഭരണം വന്നതിന് ശേഷം സംഘടനയ്ക്ക് ദൗർബല്യം ഉണ്ടാക്കിയെന്നൊരു കണ്ടെത്തലും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തുടർഭരണം ജനങ്ങളെ ആകർഷിക്കപ്പോൾ സംഘടനകൾ, അതായത് തുടർഭരണം ജനങ്ങളെ ആകർഷിച്ചു എന്ന് പറയുമ്പോൾ പോലും സംഘടനകളിൽ നിന്ന്, അതായത് CPMൽ നിന്ന് ജനങ്ങൾ അകന്നുപോയി എന്നും ഈ കണ്ടെത്തൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നു വോട്ട് കണക്ക് പോലും തെറ്റുന്ന ഒരു സാഹചര്യം CPMനുണ്ടായി. പല സ്ഥലങ്ങളിലെ പോലും വോട്ട് കൃത്യമായി നിർണ്ണയിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ഒരു കൂട്ടം ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. MV ഗോവിന്ദനാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്കറിയാം, പിണറായി സർക്കാരിൻ്റെ രണ്ടാം ഭരണം വന്നതിന് ശേഷം ഉണ്ടായ അവസ്ഥകൾ അത് നമുക്ക് അറിയാവുന്നതാണ്. പല സ്ഥലങ്ങളിലും ഈ പാർട്ടിയെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി മാത്രമായി ഒരു കേന്ദ്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്തുതിപാഠകർ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ ധൂർത്തും അഴിമതിയും എല്ലാം കുമിഞ്ഞുകൂടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം ഒട്ടേറെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അഴിമതിയും ദുർഭരണവുമെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാകുന്ന സാഹചര്യമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ പോലും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ധൂർത്ത് അത് വലിയ തരത്തിലുള്ള ദൂരത്തുണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഘടനാ റിപ്പോർട്ട് തന്നെ പറയുന്നത്. മാത്രമല്ല, BJPയെ പറ്റിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ പറ്റിയും പറയുന്നുമുണ്ട്. കാരണം സംസ്ഥാനത്ത് BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും വർദ്ധിച്ചു വരുന്ന, അല്ലെങ്കിൽ സ്വാധീനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനെയും ജാഗ്രതയോടെ കാണണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം പല മേഖലകളിലും ഇത്തരത്തിൽ ഈ സ്വാധീനം, BJPക്ക് സ്വാധീനം വർദ്ധിക്കുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകളാണ് ഇന്ന് ഈ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ മേൽ ഇന്ന് പൊതുചർച്ചയും നടക്കും. ഏതായാലും CPMന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ മേലാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നയരേഖ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ നയരേഖയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ വികസനങ്ങളെക്കുറിച്ചായിരുന്നു. സർക്കാരിൻ്റെ ഉണ്ടാകാൻ പോകുന്ന വികസന നയങ്ങളെ കുറിച്ചെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സംഘടനാ ദൗർബല്യം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൊണ്ടാണ് ഈ ഗുരുതരമായ കണ്ടെത്തലുകളാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ചു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ തന്നെയാണ് സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യം കൂടി
കൂടി ഉണ്ടായിരുന്നത്. അതായത് സർക്കാരിൻ്റെ സംവിധാനം കാര്യക്ഷമമല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്തരം രീതി തുടർന്നാൽ, അതായത് ജനങ്ങളിൽ നിന്നും അകലുന്ന രീതി അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബംഗാളിലേക്കുള്ള സ്ഥിതി, അല്ലെങ്കിൽ ബംഗാളിൽ പാർട്ടിക്കും സർക്കാരിനും സംഭവിച്ച സ്ഥിതി അതിലേക്ക് കേരളത്തിലും എത്താൻ അധികം വിദൂരമല്ല എന്നൊരു കാര്യം കൂടി സംഘടനാ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ റിപ്പോർട്ടിന് മേൽ ഇന്നൊരു പൊതുചർച്ച ഉണ്ടാകും. 10 മണിയോട് കൂടി ഈ റിപ്പോർട്ടിന് മേലുള്ള ചർച്ചയും അതായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുക സമ്മേളന വേദിയാണ്.